നമസ്കാരം. പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം. ഞാൻ എന്ന ഭാവങ്ങളിൽ വളരെ മനോഹരമായ അർത്ഥവത്തായ വരികളാണ്. നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ഭാവമാണല്ലോ ഞാൻ എന്ന ഭാവം, അഹംഭാവം. പകൽ മുഴുവൻ വെന്തുരുകി ഒരു പ്രദേശത്തെ ആകെ അല്ലെങ്കിൽ ഒരു ഭൂഗോളമാകെ പ്രകാശം വിതറി നിൽക്കുന്ന ആ പെരുമാളിൻ്റെ ആയുസ് വെറും 15 നാഴിക മാത്രമാണ് എന്ന് കവി പാടിയിട്ടുണ്ട്. അത് ഈ പ്രേം നസീറിൻ്റെ ഒരു സിനിമയിലെ ഗാനമാണ്, ബ്രഹ്മചാരി അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേര്. വളരെ അർത്ഥവത്തായ ഒരുപാട് വരികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗാനം. ഞാൻ വഴിതെറ്റിപ്പോയതല്ല. ഇതിങ്ങനെ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് അവിടെ 2 പേര് കൈപിടിച്ചുയർത്തിക്കൊണ്ട് വന്നപ്പോൾ, അതായത് കെ സുധാകരനും വി സതീശനും, അവർ 2 പേരുമാണല്ലോ ഇപ്പം പാർട്ടിയുടെ തലകൾ. ആ ഇരട്ടത്തല പ്രവർത്തിച്ച് അവരെ കൊണ്ടുവന്ന സമയത്ത് വെറുതെ കയറി കെ മുരളീധരൻ്റെ ഫേസ്ബുക്കിലും തപ്പി നോക്കി. അപ്പോൾ കെ മുരളീധരൻ എഴുതിയിരിക്കുന്ന ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വരികൾ വളരെ പ്രാധാന്യത്തോടു കൂടി എഴുതി വെച്ചിട്ട് പ്രേം നസീർ സാറിൻ്റെ ആ ഒരു വീഡിയോയും, ഒരു 15 സെക്കൻഡോളം വരുന്ന വീഡിയോയും അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. ഞാൻ എന്ന ഭാവങ്ങളെ. ആ വരികളാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. ആ വരികളുടെയാണ് വീഡിയോ കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ പകൽവാഴും പെരുമാൾ ആരാണ് എന്നുള്ള കാര്യം കെ മുരളീധരൻ എപ്പോഴെങ്കിലും വ്യക്തമാക്കുമോ എന്തോ അറിയില്ല. എങ്കിലും ചിലരിടത്തൊക്കെ കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്നും കൊണ്ടല്ല, അങ്ങോട്ട് സുഖിച്ചില്ല. അങ്ങോട്ട് സുഖിച്ചില്ല സത്യത്തിൽ. ഈ സന്ദീപ് വാര്യരെ പിടിച്ച് കോൺഗ്രസ്സിൽ കൊണ്ടുവന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല നമ്മുടെ കെ മുരളീധരന് എന്ന് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. കാര്യം ഒരു നല്ല കാര്യമാണ്, കോൺഗ്രസ്സിലേക്ക് ഒരു വാര്യരെ കിട്ടിയത് നല്ല കാര്യമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം നടത്തിയ ചില വിമർശനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് ഒരു സമയത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹത്തെ കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ അന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഒരു നീട്ടിപ്പിടിച്ചൊരു എഴുത്തെഴുതിയായിരുന്നു. അതായത് ഇത് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോകേണ്ടത് കോട്ടക്കലിലേക്കല്ല കുതിരവട്ടത്തേക്കാണ് എന്ന് പറയുകയുണ്ടായി. ഭാരത് ജോഡോ യാത്രയെ പുച്ഛിച്ചുകൊണ്ട് ജോഡോ യാത്ര അങ്ങ് ആൻഡമാനിലേക്ക് നടത്തുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കണക്കറ്റ് പുച്ഛിച്ച ഒരു നേതാവ് കൂടിയാണ്, ഒരു BJP നേതാവ് കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ സന്ദീപ് വാര്യർ. അപ്പോൾ അതിനെ പരാമർശിച്ചുകൊണ്ട് ഒളിയം പെയ്തുകൊണ്ടുള്ള പതിവ് കെ മുരളീധരൻ പ്രസംഗം തന്നെയായിരുന്നു, പ്രതികരണം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ 2 ആഴ്ച മുമ്പായിരുന്നു ഇത് നടന്നതെങ്കിൽ, അതായത് ഈ ചാടിമറിയൽ കോൺഗ്രസിലേക്കുള്ള വരവ് കുറെ കൂടെ നന്നായേനെ, ഭംഗിയായേനെ എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, അതൊരു പ്രായശ്ചിത്തമായി മാറിയേനെ അത്രേ. അതായത് 2 ആഴ്ച മുമ്പ് റോഡ് ഷോ നടന്നല്ലോ വയനാട്ടിൽ. അപ്പോൾ ആ റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കുറിച്ച് നല്ല 2 വാക്ക് പറയാനുള്ള അവസരം അവിടെ കിട്ടുമായിരുന്നു. അങ്ങനെ നല്ല 2 വാക്കുകൾ പറയാൻ കിട്ടുന്ന അവസരം വിനിയോഗിച്ചാൽ ഇതിലും വലിയ ഒരു മാപ്പപേക്ഷ ഉണ്ടാകില്ലായിരുന്നു എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. സത്യത്തിൽ വളരെ ഭംഗിയോടുകൂടിയുള്ള, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിലേക്ക് പറയുന്നില്ല എങ്കിൽ പോലും ഭംഗിയോടുകൂടിയുള്ള ഒരു തേച്ചൊട്ടിക്കലായിരുന്നു എന്ന് വേണേൽ പറയാം സന്ദീപ് വാര്യർ വന്നതിനെ. കാര്യം എന്താ, തനിക്ക് പറയാനുള്ള കാര്യങ്ങളെന്നാ പറഞ്ഞു, എന്നാൽ കുറിക്ക് കൊള്ളേണ്ട സ്ഥലങ്ങളിൽ അത് കൊള്ളുകയും ചെയ്യും. തനിക്കുള്ള അതൃപ്തി കൃത്യമായി തൻ്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വയ്ക്കാൻ കെ മുരളീധരൻ വളരെയധികം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ കെ മുരളീധരൻ്റെ മാത്രം കാര്യമായിരിക്കില്ല. കാര്യം നിരവധിയായ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ അവിടെ ഒരുപക്ഷെ ചിരി ഉണ്ടാവുക ഈ പറയുന്ന കെ സുധാകരൻ്റെയും വി സതീശൻ്റെ മുഖത്ത് മാത്രമായിരിക്കാം. അവിടെ അത്രയും കൂടിയിരിക്കുന്ന നിരവധിയായ അണികളുണ്ട്, നിരവധിയായ പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ മുഖത്തൊന്നും നമുക്ക് ഈ ചിരി കാണാൻ കഴിയില്ല. അതാണ് വാസ്തവം. പുറത്തു നിന്ന് ഒരാളെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരുമ്പോൾ നിലവിലുള്ള പ്രവർത്തകരുടെ സാധ്യതകൾ മങ്ങുന്നു എന്നുള്ള തിരിച്ചറിവ് പല പ്രവർത്തകർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സ്നേഹത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ തീർച്ചയായിട്ടും ആ കടയിൽ തന്നെ ഉണ്ടാകണം എക്കാലവും എന്നാണ് കെ മുരളീധരന് പറയാനുള്ളത്.
അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ആ സ്നേഹത്തിൻ്റെ ഉറവ വറ്റി ഇല്ലായ്മയായി പോകാതെ എന്നും രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വരും കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് സൈഡ് വഴി ഒരു കുത്തും കൊടുത്തു. അതായത് ഈ സന്ദീപ് വാര്യർ ഇത്രയും കാലം വിശ്വസിച്ച് കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിക്കേണ്ടവരെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ വിളിക്കേണ്ട ഭാഗങ്ങളിൽ കൃത്യമായി ചീത്ത വിളിച്ച് മുസ്ലിങ്ങളെ പരമാവധി പറയാനുള്ളതെല്ലാം പറഞ്ഞ് ഒടുവിൽ അത്രയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അധികാരഭാവത്തോടും കൂടി നടന്ന സന്ദീപ് വാര്യർ ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് അവിടെ ഒരു സീറ്റ് കിട്ടിയില്ല എന്നും പറഞ്ഞ് സ്വന്തം പാർട്ടിയെ ഇത്രകാലം വിശ്വസിച്ച സ്വന്തം പാർട്ടിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ട് ചാടിക്കേറി കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ വന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ഒരു സ്ഥിരതയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് സന്ദീപ് വാര്യർ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താണ്, അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ നിന്നാ പോരാ, ഇതിനുശേഷവും പിന്നീടും ഇവിടെ തന്നെ തുടരണം എന്നൊരു മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കരുത് ഈ ചാട്ടം, വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല അടുത്ത അസംബ്ലി ഇലക്ഷന് വന്ന് ചാടിയതുകൊണ്ടൊന്നും. അപ്പോൾ അങ്ങനെ പ്രയോജനം കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത പുളിങ്കൊമ്പിലേക്ക് പോകല്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ പക്ഷേ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചത്, പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. ഒരുപക്ഷെ അതായിരിക്കാം ഇത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന സന്ദീപ് വാര്യരുടെ ഇതുവരെ ഉണ്ടായിരുന്ന രാജ്യഭാരമെല്ലാം പോയി കഴിഞ്ഞു. വെറും 15 നാഴിക മാത്രമായിരുന്നു. ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് അഭയം തേടി വരുന്നു. വീണ്ടും ഇതേപോലെ തന്നെ ഞാനാണ് എന്ന ഒരു ഭാവത്തോടു കൂടി ഇവിടെ നിന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവിടെയും തേഞ്ഞൊട്ടി പോയി കഴിഞ്ഞാൽ ഏറെ ഒന്നും എടുക്കത്തില്ല എന്നും കൂടി പറഞ്ഞു വെക്കുകയായിരിക്കാം ഒരുപക്ഷെ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെ അവസ്ഥ ഇതാണ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ ഒരുപക്ഷെ ചില സൂചനകൾ തന്നതുമാകാം എന്ന് നമുക്ക് കരുതാം. ഇനിയിപ്പോൾ നമ്മുടെ വേറെ ഒരു കക്ഷിക്കാരിയുണ്ട്, നമ്മുടെ പത്മജ വേണുഗോപാൽ. ആ പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യരെ കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് നോക്കാം. കാര്യം ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും വെച്ച ഒരു ബാട്ടർ സംവിധാനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാര്യം ഒരു കോൺഗ്രസ് നേതാവിനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഒരു BJP-കാരനെ ഇങ്ങോട്ട് തന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാം. അപ്പം പത്മജ വേണുഗോപാലിൻ്റെ ചില നിരീക്ഷണങ്ങളുണ്ട്, ഭയങ്കര രസകരമാണ്. അപ്പോൾ ഇങ്ങനെയാണ്, കഷ്ടം സന്ദീപേ എന്നാണ് ആദ്യത്തെ വാക്ക് തന്നെ. അത് അവർ ഫേസ്ബുക്കിലാണ് ഇക്കാര്യം എഴുതിയിരിക്കുന്നത്. കഷ്ടം സന്ദീപേ, എന്താണ്, നിങ്ങൾ എത്ര വലിയ കുഴിയിലാണ് വീണിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. ആങ്ങളുടെയും പെങ്ങളുടെയും ശബ്ദം ഏകദേശം ഒരുപോലെ ഇരുന്നാൽ അത് എന്നെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല, തികച്ചും സ്വാഭാവികം മാത്രം. നിങ്ങൾക്കറിയില്ല, ഇനി ഇത്രയും കാലം ഛർദ്ദിച്ചതൊക്കെ വിഴുങ്ങണ്ടേ? സത്യമല്ലേ ആ പറഞ്ഞത്? ഇത്രകാലം കോൺഗ്രസ്സുകാരെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും എന്തിനേറെ ജവഹർലാൽ നെഹ്റുവിനെ വരെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് നടന്ന സന്ദീപ് വാര്യർ ഈ പറഞ്ഞല്ല, ഇനിയും വിഴുങ്ങണ്ടേ അല്ലേ? KPCC പ്രസിഡന്റ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. 2 ദിവസമായി ഷാഫിയും സന്ദീപ് വാര്യരും എവിടെ ആയിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി. പലതും അറിഞ്ഞിട്ടില്ല കെ സുധാകരൻ. സത്യമാണ്, പാവം ആ മനുഷ്യൻ ഇപ്പോൾ ഒന്നും അറിയുന്നില്ല. എന്തോ ചെറിയ അസുഖങ്ങളുണ്ട്, ഈ പേശിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ശാരീരിക അസ്വാസ്ഥ്യ നിമിത്തം പലപ്പോഴും VD സതീശൻ വിചാരിക്കും ഇയാൾ ഇങ്ങനെ അങ്ങ് പോത്തേ ഉള്ളൂ, പുള്ളിയെ അധികം അടുപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഒരു പക്ഷേ VD സതീശന് തോന്നലുണ്ടാകും. അപ്പോൾ ഒന്ന് അന്വേഷിക്കാൻ നല്ലതാണ്. കഴിഞ്ഞ 2 ദിവസമായി ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും മിസ്സിംഗ് ആയിരുന്നു അത്രേ. ആ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവരെ 2 പേരെയും മാത്രം കാണുന്നില്ല. അവരെവിടെയായിരുന്നു എന്ന് അന്വേഷിച്ചാൽ മതി അല്ലേ? പിന്നെ സന്ദീപേ, ആ ഇരിക്കുന്നതിൽ 2 പേർക്ക് നിങ്ങളെ ഇലക്ഷൻ വരെ ആവശ്യമുണ്ട്. ആ 2 പേര് കെ സുധാകരനും VD സതീശനും, അവർക്ക് 2 പേർക്ക് നിങ്ങളെ തെരഞ്ഞെടുപ്പ് വരെ ആവശ്യമുണ്ട്. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ വരുന്നതിൽ തീരെ താല്പര്യമില്ല. കുറച്ചു മുമ്പ് ഞാനത് സൂചിപ്പിച്ചതാണ്. ആ 2 പേർക്ക് മാത്രമാണ് ഇക്കാര്യത്തിൽ ഏറെക്കുറെ താല്പര്യമുള്ള കാര്യം. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും തട്ടി മൂളിച്ച് കൊണ്ടുപോകാം, എന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് തോറ്റു കഴിഞ്ഞാൽ ആളിനെ പറഞ്ഞെങ്കിൽ വിടാമല്ലോ. എന്തായാലും സന്ദീപ് വാര്യർ തോക്കാനാണ് സാധ്യത നമുക്കറിയാം. പിന്നെയോ, മുങ്ങാൻ പോകുന്ന കപ്പലിലാണല്ലോ സന്ദീപെ നിങ്ങൾ പോയി കയറിയത്. സ്നേഹത്തിൻ്റെ കടയിലല്ല നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തത്. വെറുപ്പിൻ്റെയും പാപികളുടെയും ഇടയിലേക്കാണ് നിങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. അത് കാലം തെളിയിക്കും. എൻ്റെ അമ്മു, വെറുപ്പിൻ്റെയും പാപികളുടെയും കടയിലേക്കാണ് സന്ദീപ് ഒന്ന് ഓടിക്കേറിയത്. ഈ പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മുടെ KP ഉമ്മറിനെ പേടിച്ച് TG രവിയുടെ വീട്ടിലേക്ക് ഓടിക്കേറിയ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അത്രേ സന്ദീപ് വാര്യർക്കുള്ളത്. അവിടെ കിട്ടാനുള്ളത് കിട്ടിയിട്ടുമില്ല, ഇവിടോട്ട് വന്ന് കയറിയാൽ ഇപ്പോൾ ആണ്ട് ഇവിടെ മലമറിച്ച് വെച്ചേക്കാണ് എന്നൊരു തോന്നലിൻ്റെ പുറത്ത് സന്ദീപ് വാര്യർ ചെയ്ത ഒരു കടുങ്കയാണിത് എന്ന് ആണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. കാര്യം കുറേ കാലമായി പത്മജ വേണുഗോപാൽ ഇവിടെ നിന്ന് പലയിടത്തും മത്സരിച്ചു, പരാജയപ്പെട്ടു.
എന്നിട്ട് വീണ്ടും പാർട്ടി എന്നെ പരിഗണിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയതാണ്. എന്നിട്ടിപ്പം ഈ പറയുന്ന പോലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് ഉത്തരത്തിൽ ഇരുന്നതും പോയി കക്ഷത്തിലുള്ളതും പോയി എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നമ്മൾ കൈവെക്കുമ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടുമെന്ന് വിചാരിക്കും, പക്ഷേ അവിടെ വരെ കയ്യും എത്തത്തില്ല, കക്ഷത്തിൽ ഇരിക്കുന്ന സാധനം ഇട്ട് പോവുകയും ചെയ്യും. ഇതാണ് അവസ്ഥയെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ. കാര്യം ഇവിടെ നിന്നപ്പോൾ അക്കരെ പച്ചയായിട്ട് തോന്നി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത്. കാര്യം ഇതുവരെ ഗവർണറൊക്കെ ആക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇതുവരെ ഗവർണർ പോയിട്ട് ഗവ പോലും ആയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില അതൃപ്തിയുടെ സ്വരങ്ങൾ സന്ദീപ് വാര്യർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ശക്തമായ രീതിയിൽ ഒരു രാഷ്ട്രീയ അലയൊലികൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം തീർച്ചയുമാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.